നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ശനിയാഴ്ചയ്ക്ക് മുമ്പ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗസ നരകമാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു. അത് അങ്ങ് ആഘോഷമാക്കുകയാണ് നമ്മുടെ നാട്ടിലെ ചില യൂട്യൂബ് ചാനലുകൾ. കാരണം ഗസയെ അങ്ങ് നശിപ്പിക്കുന്നത് അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ സായിപ്പിൻ്റെ ഷൂ നക്കി നക്കി അതിൻ്റെ രുചി അങ്ങ് പിടിച്ചുപോയി. അതുകൊണ്ട് തന്നെ നേരത്തെ ബ്രിട്ടീഷുകാരായിരുന്നെങ്കിൽ ഇപ്പോൾ അമേരിക്കക്കാരുടെ ഷൂ നക്കുവാൻ സർവ്വസന്നദ്ധരായി നിൽക്കുകയാണ്. കാരണം ഗസ എന്ന് പറയുന്നത് അത് മതവുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഗസയിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ ഒന്നിച്ച് തന്നെയാണ് അവിടെ ജൂത സയനിസ്റ്റ് ലോബി എതിർക്കുന്നത്. മാത്രമല്ല ഗസയുടെ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരുപാട് ജൂത കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും ജൂതമതത്തിൽപ്പെട്ട ആളുകളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു മതവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. നിങ്ങൾ ഗസയുടെ നാശം ആഗ്രഹിക്കുന്നത് സായിപ്പിൻ്റെ കാല് നക്കി അതിൻ്റെ രുചി പിടിച്ചതുകൊണ്ട് മാത്രമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിലൊക്കെ ആളുകൾ ജൂതന്മാരുടെ നശീകരണം അല്ലെങ്കിൽ ജൂതന്മാരെ കൊല്ലുവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നതാണെന്ന് ഇന്നൊരു ചാനലിൽ ഒരു ചേച്ചി എന്ന് പറയുന്നത് ഞാൻ കേട്ടു. എന്തടിസ്ഥാനത്തിലാണത് പറയുന്നതെന്ന് അറിയില്ല. കാരണം ജൂതന്മാരെ അവിടെ നിന്ന് ഓടിച്ചത് അറബികളോ മുസ്ലിങ്ങളോ ഗസക്കാരോ ഒന്നുമല്ല. കാരണം റോമക്കാരുടെ കാലഘട്ടത്തിലാണ് അവിടെ നിന്ന് ജൂതന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിക്കുന്നത്. റോമക്കാർ ചരിത്രത്തിൽ ഒരിക്കലും മുസ്ലിങ്ങളായിരുന്നിട്ടേ ഇല്ല. റോമക്കാർ ആരായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ജൂതന്മാരെ അവിടെ നിന്ന് ഓടിക്കുന്നത് യേശുവിൻ്റെ കൊലയാളികളായിരുന്നു എന്ന പേരിലാണ്. യേശുവിനെ പിടിച്ച് കുരിശിൽ തറച്ച് കൊന്നു എന്നതിൻ്റെ പേരിലാണ് ജൂതന്മാരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിക്കുന്നത്. പിന്നെ അവരെ അവിടെ തിരിച്ചു കൊണ്ടുവരുന്നത് ഖലീഫ ഉമറിൻ്റെ കാലഘട്ടത്താണ്. ഖലീഫ ഉമറിൻ്റെ ഖിലാഫത്ത് ആ പ്രദേശത്ത് വരുന്ന സമയത്താണ് ജൂതന്മാരെ തിരിച്ച് കൊണ്ടുവരികയും ഗസയിലും അതുപോലെ ഇസ്രായേലിലും ഫലസ്തീനിലുമൊക്കെ താമസിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ചരിത്രത്തിൽ ഒരിക്കലും ഇസ്ലാമും ജൂതമതവും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടേ ഇല്ല. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നങ്ങളുടെ പേരിൽ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോഴും ജൂതന്മാർ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുന്നുണ്ട്. ഇറാനിലുണ്ട്, അതുപോലെ യമനിലുണ്ട്. ഒരു കാര്യവും അറിയാതെ കേരളത്തിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഇരുന്ന് ജൂതന്മാരുടെ സർവ്വനാശം മുസ്ലിങ്ങൾ ലക്ഷ്യമാക്കുന്നു എന്ന രീതിയിൽ വാർത്ത കൊടുക്കുന്നത് എന്തിൻ്റെ കിടപ്പാണെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷേ ചരിത്രം കുറച്ച് പഠിക്കണം എന്നാണ് പറയാറുള്ളത്. മറ്റൊന്ന്, ലോകത്തൊരിക്കലും ഏതെങ്കിലും മുസ്ലിം രാജ്യം കടന്നുകയറ്റം നടത്തിയതായി എന്തെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ? ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സാമ്രാജ്യത്വ ലക്ഷ്യങ്ങളോടുകൂടി ബ്രിട്ടനും പോർച്ചുഗലും അതുപോലെ ഉള്ള രാജ്യങ്ങളുമൊക്കെ മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചെടുത്തതുപോലെ എന്തെങ്കിലും ഉദാഹരണം കാണിക്കുവാൻ പറ്റുമോ? ആഫ്രിക്കയിൽ പോയി അടിമകളെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് കച്ചവടം നടത്തിയ എന്തെങ്കിലും ഉദാഹരണം കാണിക്കാൻ പറ്റുമോ? അതൊന്നുമില്ല. കാരണം സൗദിയും അതുപോലെയുള്ള യമനും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വ്യാപാരം ചെയ്തും അതുപോലെയുള്ള കച്ചവടം ചെയ്തും പിന്നെ മീൻ പിടിച്ചുമൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ ഉപജീവനം നടത്തിയിരുന്നത്. അവരേതെങ്കിലും രാജ്യത്ത് കടന്നു കയറി ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയോ ആ രാജ്യത്തിൻ്റെ ജനതയോ ഒന്നും നശിപ്പിച്ച യാതൊരു ഉദാഹരണവുമില്ല. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞു തള്ളുകയാണ് ആ രാജ്യത്തെ ആളുകൾ ജൂതന്മാരുടെയൊക്കെ സമ്പൂർണ്ണ നശീകരണം ലക്ഷ്യമാക്കിയാണെന്ന്. മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, ഈ അടുപ്പോൾ തന്നെ എന്താണ് ട്രംപ് കാണിക്കുന്നത്? കാരണം അദ്ദേഹം പറയുന്നത് കാനഡ 51ാമത്തെ സ്റ്റേറ്റാണ് USA. അതുപോലെ വേറെ ഏതൊക്കെയോ ദ്വീപുകൾ, പനാമ കനാൽ ഞങ്ങളുടേതാണ്, എന്തൊക്കെയാണ് പറയുന്നത്. എന്നിട്ടും മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തിന് മേലോട്ട് കടന്നു കയറിയിട്ടും നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ ട്രംപിനെ അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ്. എന്തിനാണ് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ ഒക്കെ ഹനിക്കുന്ന രീതിയിൽ അത്രമേൽ സ്വേച്ഛാധിപത്യത്തോട്ട് പെരുമാറിയിട്ടും നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ പഴയ ഷൂവിൻ്റെ രുചി മാറിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിലെ ആളുകളെ വെറും ക്രിമിനലുകളെ പോലെ കൈകാലുകൾ ബന്ധിച്ച് സൈനിക വിമാനത്തിൽ ഇവിടെ ഇറക്കിയിട്ടും ചില ആളുകൾ വന്നങ്ങ് ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരികയാണ്. കാരണം നമ്മുടെ നാട്ടിലെ പൗരന്മാരായിട്ടും അവിടെ നിന്ന് കൊണ്ടുവന്ന ആളുകളെ ഇടിച്ചു താഴ്ത്തിയാണ് ഇവന്മാർ സംസാരിക്കുന്നത്. അവർ പറയുന്നുണ്ട് ഞങ്ങളെ ഏജൻറ്റുമാർ പറ്റിച്ചതാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഇടിച്ചു താഴ്ത്തി ട്രംപിനെ ന്യായീകരിച്ചു മെഴുകുന്ന ആളുകളെ നിങ്ങളോട് എന്താണ് പറയാനുള്ളത്? നമുക്കൊരു ആത്മാഭിമാനമൊക്കെ ഇല്ല, നമ്മൾ ഇന്ത്യക്കാരല്ലേ? ചരിത്രത്തിൻ്റെ ഏതൊരു ഭാഗം എടുത്തു നോക്കിയാലും സ്വേച്ഛാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ സയണിസത്തിൻ്റെ അല്ലെങ്കിൽ സാമ്രാജ്യത്വത്തിൻ്റെയൊക്കെ കണികകൾ കാണിച്ചിട്ടുള്ള ഇത്തരം രാജ്യങ്ങളല്ലേ?
ഇപ്പോൾ തന്നെ നോക്കൂ, ഗസയുടെ കാര്യം തന്നെ നോക്കൂ. ഗസ എന്ന് പറയുന്ന രാജ്യം പിടിച്ചെടുത്ത് അവിടെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. ഗസക്കാരുടേതല്ലേ. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് ഓൾറെഡി അദ്ദേഹം ജൂതമത വിശ്വാസത്തിലോട്ട് കടന്നുപോയി എന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മരുമകൻ ജൂതനാണ്, ജൂതവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളാണ്, എല്ലാ രീതിയിലുള്ള ജൂത കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ആളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ ജൂതമതത്തിലോട്ട് കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് ചില സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഞാനും ജൂത മതം ഫോളോ ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പുണ്യസ്ഥലത്തെ, ജൂതപരമായ പുണ്യസ്ഥലത്തെ സംരക്ഷിക്കുക എന്ന ഒരു ഉദ്യമം കൂടിയുണ്ട് ഈ ഗസയുടെ മേൽ അദ്ദേഹം നടത്തുന്ന അധിനിവേശ ശ്രമങ്ങൾക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ജനാധിപത്യപരമായി ശരിയല്ല. അതിനെ ജനാധിപത്യ മൂല്യങ്ങളും അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള എല്ലാവരും എതിർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ അതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും യാതൊരു അർത്ഥവുമില്ല. മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുള്ളത്, ഗസ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആളുകൾ ഒരിക്കലും ജൂതമതത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമല്ല. ഞാൻ ചരിത്രം ഉദാഹരിച്ചാണ് പറഞ്ഞത്. കാരണം ലോകത്തിലെ എല്ലാ ഭാഗത്തും ഹിറ്റ്ലറുടെ കാലത്തും അതുപോലെ പെസഹ വ്യാഴ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ട് കാലത്തൊക്കെ ജൂതന്മാർ നിരന്തരം വേട്ടയാടപ്പെട്ടിരുന്നു നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ്. ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ കിട്ടും. ഞാൻ വെറുതെ പോകുന്നതല്ല. പെസഹ വ്യാഴവുമായി ബന്ധപ്പെട്ട് ജൂതന്മാരുടെ കൂട്ടക്കൊലകൾ, കാരണം പെസഹ വ്യാഴത്തിൻ്റെ സമയത്ത് ജൂതന്മാർ ചില ക്രൈസ്തവ ബാലന്മാരെ തട്ടിക്കൊണ്ടുപോയി അവരെ ബലി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് യൂറോപ്പിൽ ഒരുപാട് കഥകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതോടനുബന്ധിച്ച് യൂറോപ്പിൽ ഒരുപാട് ജൂതന്മാർ കൂട്ടക്കൊല ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ചരിത്രം നമ്മൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. എന്നിട്ടും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ ശ്രമിക്കുന്നവരെന്നൊക്കെ പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥം വേണ്ടേ? എന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം വേണ്ടേ? വെറും വിഡ്ഢിത്തം പൊള്ളുമ്പോഴത്തേനൊക്കെ ഒരു പരിധിയില്ലേ? ചെരുപ്പിന് നക്കുമ്പോൾ രുചിയുണ്ടാകാം, പക്ഷേ എപ്പോഴും ഇങ്ങനെ നക്കിയാൽ വൈറലസും ഫംഗസും ഒക്കെ വന്ന് നമ്മുടെ വയറും വായുമൊക്കെ കേടായി നമ്മൾ അടിച്ചു പോകില്ലേ? ഒരു പരിധി വരെയൊക്കെ നമുക്ക് വിധേയത്വമാകാം, പക്ഷേ എപ്പോഴും ഇങ്ങനെ നക്കുന്നത് അത് സുഖകരമായ ഏർപ്പാടല്ലല്ലോ. എന്തായാലും തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം. ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനപ്പെടുത്തുക. എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ലോകം സമാധാനപൂർണ്ണമായി വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഫലസ്തീനും ഇസ്രായേലും പരസ്പരം സഹകരിച്ച്, രണ്ട് രാജ്യങ്ങളും പരസ്പരം സഹകരിച്ച് സമാധാനത്തോടെ പോകുന്ന നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജയ് ഹിന്ദ്.